Yes, Sanju, good morning. Good morning, sir. Yes, good morning. Sanila. പഠിക്കുന്നതാണ് എടുത്ത് വെച്ചിട്ട് ഞാൻ പെടും. Kirtana, good morning. This is a very long time. Very good. Okay, let us start. Let us start. Okay, Sanila. Okay. Kirtana പറഞ്ഞ പോലെ it is a very long time. അല്ലേ? ഇനി ഒരു ഷോർട്ട് ടൈം കൂടിയേ ഉള്ളൂ. എന്നാണ് നിങ്ങൾ എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത്? മൺഡേ. യെസ് അല്ലേ? ഈ മൺഡേ. അപ്പോ മിക്കവാറും ഇത് നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. യെസ്. അപ്പോ ഹൃദയപൂർവ്വം എല്ലാവർക്കും നന്ദി പറയുന്നു. യെസ്. ഓക്കെ. അത് ചിലപ്പോ കുറെ പേരുടെ ഒക്കെ പരീക്ഷകൾക്ക് കുറെ പേരുടെ ഒക്കെ തീരാനുണ്ടല്ലോ. അപ്പൊ ചിലപ്പോ അവര് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ കുഴപ്പം. യെസ്. ഓക്കെ. കുഴപ്പമില്ല. വി വിൽ മീറ്റ് അഗൈൻ. നമുക്ക് കാണാം. യെസ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന്റെ 2 ടൈപ്പ് വെർബ് വരും. ഓക്കെ കീർത്തന, വെരി ഗുഡ്, താങ്ക് യു. യെസ്. അപ്പോ 2 ടൈപ്പ് വെർബ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന വെർബ്, അതിനുശേഷം മറ്റൊന്ന് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തു വരുന്ന വെർബ്. ആ പുറത്തു വരുന്ന വെർബിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആകുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്നത് സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. റിപ്പോർട്ടിംഗ് വെർബ് ഓക്കെ സഫീറ. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആവുകയും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വന്നിരിക്കുന്ന വാചകം സിമ്പിൾ ഫ്യൂച്ചറുമാണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം എന്നും പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇൻവെർട്ടഡ് കോമയുടെ പുറത്തുള്ള റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസും ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസും ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം
എന്നും കൂടി നമ്മൾ പറഞ്ഞ് നിർത്തി. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം. She said, ഇവിടെ കൊണ്ടുവന്നത് she was eating. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഷീ സെറ്റ്, ഷീ എന്ന് പറയുന്ന പകരം ഐ. ഐ വാസ് ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഐ വാസ് ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, അപ്പോൾ ഇവിടെ നോക്കി. ഷീ സെറ്റ്, അവൾ പറയുക. ഷീ സെറ്റ്, അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ വാസ് ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്റെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസാണെന്ന് പറയാമോ? സലീല, ഏത് ടെൻസാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. ഇവിടെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ സഫീറ, കറക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing അതിലേക്ക് മാറ്റണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് നിയമമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പൊ ഇത് പറയും. She said that she had been eating her. Okay, Safira, it's the correct answer. Correct ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ അത് വരും. She said that she had been eating her breakfast. She said that she had been eating her breakfast. Yes. Correct ആണ്. Yes. ഞാൻ വേറെ ഒന്ന് പറയാം. The postman said. The postman said. 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 ഇനി ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതുക. I was bringing the registered letter. I was bringing the registered letter for you. I was bringing the registered letter for you. Yes. Okay. എഴുതിക്കോളൂ. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് എഴുതിക്കോളൂ. പോസ്റ്റ്മാൻ പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി രജിസ്റ്റേർഡ് കത്ത് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്കറിയാം ഐ വാസ് ബ്രിങ്ങിങ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിനെന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഓക്കെ സഫീറ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സഫീറക്ക് ഇത് അറിയാമോ അല്ലേ? ഈ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ. യെസ്.
എപ്പോഴും സർക്കാർ ആദ്യം തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ കറക്റ്റ് എങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഹാഡ് ബീൻ എഴുതി. യെസ്. പിന്നെ അത് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ മാറ്റുന്നതിൽ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് അതില്ല കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ബ്രോട്ടിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ബ്രോട്ട് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, അത് പഠിക്കുന്നുണ്ട്. അന്ന് പഠിപ്പിച്ച സാറ് കറക്റ്റ് ആയിട്ട് ടീച്ചർ കറക്റ്റ് ആയിട്ട് മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അന്ന് പഠിക്കുമ്പോഴേ ചിലപ്പോ നമുക്ക് ചിലപ്പോ ഇതങ്ങനെ മാറ്റി ഇവിടെ ഈസ് വരുമ്പോൾ പാസ്സാക്കിയത് ഇതിങ്ങനെ ആക്കിയത് അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളതിന്റെ കറക്റ്റ് ഏത് ടെൻസ് ആണ് അത് എങ്ങോട്ടും മാറണം. അങ്ങനെ പഠിക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വെച്ചത് അതിന് വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ആരെങ്കിലും അപ്പൊ ഞാൻ പറയാം, ഒന്നുകൂടി ഞാൻ ഇതിന്റെ ആൻസർ പറയാം. ദ പോസ്റ്റ്മാൻ സെഡ് that അല്ലെങ്കിൽ postman told that he had been bringing the registered bringing brought അല്ല bringing, he had been bringing the registered letter for me എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, for us എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. രണ്ട് കറക്റ്റ് ആണ്. She said inverted comma എഴുതിക്കോ. You were WER, you were observing me, OBSERVING. You were observing me during the show. SHOW. You were observing me during the show. During the show. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. Okay, Sanila, correct. Yes. Possible. Okay, very good. Yes. Okay. Sure. Correct. Yes, ma'am. Correct. Yes. Very good. Okay, Arya Venugopal. Yes, sir. How are you? I am fine.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. ഞാനൊരു മലയാളം വാചകം പറയുന്നു, അതിലൊരു ഇംഗ്ലീഷ് പറയണേ. യെസ്. അപ്പോ ആരോടെങ്കിലും പറയുകയാണ്, സരിൽ ആര്യ പറയുകയാണ്, നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക. ഷോർട്ടായിട്ട് പറയാം, സിമ്പിൾ ആയിട്ട്, നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക. Your job is completed. യു വർക്ക് കംപ്ലീറ്റഡ്. ഓക്കെ 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 ഓക്കെ. കീർത്തന കൊള്ളാം. യു എന്ന് പറയുന്നത് നമ്മൾ എവിടെയെല്ലാം പറയണേ, അപ്പൊ യു അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. യു ഒഴിവാക്കി പറയാം. ഫിനിഷ് യുവർ വർക്ക്, കംപ്ലീറ്റ് യുവർ വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ചോദ്യം കൂടി ആര്യ. ആര്യ തെക്കും തിരക്കും ബഹളം ഉണ്ടാക്കി കഴിയുമ്പോൾ, ഒരു സ്ഥലത്ത് പോയി തെക്കും തിരക്കും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, അല്ല വേറെ ആൾ തെക്കും തിരക്കും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആര്യ അയാളോട് പറയുന്നത്, നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക, നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. യെസ്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞ്. നിങ്ങളുടെ ഊഴം കാത്തിരിക്കുക. ഓക്കെ, ആർക്കെങ്കിലും? തെറ്റാണെന്ന് അറിയില്ല. പറഞ്ഞോളൂ. ലുക്കിംഗ് ഫോർവേഡ് ടു യു. ഓക്കെ, ഒന്നുകൂടി ചുരുക്കി പറ. നമ്മളെപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞധികം സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് ചുരുക്കി പറയാം. അപ്പൊ ഊഴം എന്നുള്ളതിന് ഞാൻ വേർഡ് പറയാം, ടേൺ. എന്റെ ടേൺ ആയിട്ടില്ല എന്ന് പറയല്ലേ. വെയിറ്റ് ഫോർ യുവർ ടേൺ. ഓക്കെ ഓക്കെ. ആ ഫോർ കളഞ്ഞാലും കറക്റ്റ് ആണ്. വെയിറ്റ് യുവർ ടേൺ. ഓക്കെ ഓക്കെ. അരിയ ടേൺ എന്ന് ഉപയോഗിക്കുക. വെയിറ്റ് യുവർ ടേൺ. ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. യുവർ ടേൺ, നിന്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ഫോർ യുവർ ടേൺ. യെസ്. അടുത്ത വരെ സിമ്പിൾ ആണ്. കൊച്ചുകുട്ടികളോട് ഇംഗ്ലീഷിൽ ആര്യ പറയുന്നത്, ഐസ്ക്രീം കഴിക്കരുത്. ഐസ്ക്രീം കഴിക്കരുത്. കുട്ടികളോട് കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ആര്യ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, ഐസ്ക്രീം കഴിക്കരുത്. Don't eat ice cream. കറക്റ്റ് ആണ്. ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർ ആവശ്യമില്ലാത്തതിലൊക്കെ തൊടുന്ന കണ്ടപ്പോ അവരോട് പറയണേ, അത് തൊടരുത്, അല്ലെങ്കിൽ അതിൽ തൊടരുത്. ഓക്കെ കീർത്തന, അതിൽ തൊടരുത്. ഡോണ്ട് ടച്ച്. അതെ, ഓക്കെ ഓക്കെ. ഡോണ്ട് ടച്ച്. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഡോണ്ട് ടച്ച് ദാറ്റ്. ഡോണ്ട് ടച്ച്. ഓക്കെ ഓക്കെ. യെസ്. ഓക്കെ ആര്യ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ കീർത്തന. പറഞ്ഞു സർ. How are you, Kirtana? ഐ എം ഫൈൻ സർ. Okay, very good very good very good. അപ്പോ കീർത്തന ഒരു റിസപ്ഷൻ വന്നപ്പോ എന്തോ ഒരു വിഭവം കീർത്തന അടുത്തേക്ക് കൊണ്ടപ്പോ കീർത്തനക്ക് അത് വേണം, പക്ഷെ ഇപ്പൊ വേണ്ട. അപ്പൊ അത് ഇംഗ്ലീഷിൽ പറയണം. ഇപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് കഴിയട്ടെ, ഞാൻ എടുത്തോളാം. ഇപ്പോൾ വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തോളാം. ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയതാണ്. അതൊന്നും വേണ്ട, ഒറ്റ വാചകം പറയുന്നു, ഇപ്പോൾ വേണ്ട. ഇപ്പോൾ വേണ്ട. എനിക്കത് വേണ്ടെന്നല്ല, ഇപ്പോൾ വേണ്ട. യെസ്. ഓക്കെ ഷഫന, നോട്ട് നൗ. നൗ ഇപ്പോൾ, നോട്ട് നൗ ഇപ്പോൾ വേണ്ട. യെസ്. അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഗതി കീർത്തനം കൊടുക്കുമ്പോ അയാൾ നോട്ട് നൗ എന്ന് പറഞ്ഞാൽ വേണ്ടാതല്ല, തൽക്കാലം പക്ഷേ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുക, പുള്ളി അത് വാങ്ങും. യെസ്. അടുത്തത് കുട്ടികളോട് നമ്മൾ പറയുന്നത്, ചുമരുകളിൽ വരയ്ക്കരുത്. ചുമരുകളിൽ വരയ്ക്കരുത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ചുമരുകളിൽ ചുമരുന്ന് വന്നില്ല. വരയ്ക്കുന്ന
Sir. അവിടെ കീർത്തന്റെ ഹെൽപ്പിംഗ് വെർബ് അവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. Do not draw in the wall. Okay. Don't on walls. Don't draw Not in the wall. in the wall ഉണ്ട്. ചുമരിന്റെ മുകളിലുണ്ട്. അപ്പൊ ഓൺ ചേർക്കാം. ഓൺ കേട്ടോ. ചുമരിന്റെ അകത്തല്ല, പുറത്തല്ല. ഓൺ ചേർക്കാം. ഇൻ വേണ്ട ഓൺ. യെസ്. On the wall. കുറച്ച് കാര്യങ്ങളെ ഓക്കെ ഞാനത് കഴിഞ്ഞ് പറയാം. യെസ്. അടുത്തത് വേറെ ആളോട് പറയുക, കീർത്തന പറയുക, നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുക. Take your cloth. Okay, take your clothes or pick up your clothes. Okay. Very good. Yes. അടുത്തത് വേറൊരു കാര്യം പറയുന്നത്, നിങ്ങളുടെ ഷൂസ് ധരിക്കുക. നിങ്ങളുടെ ഷൂ ധരിക്കുക. Please wear your shoes. Please Wear your shoes. Okay. തെറ്റല്ല, പക്ഷെ വേറെ ആർക്കെങ്കിലും കുറച്ചുകൂടി ഇതെല്ലാം സ്റ്റൈലായിട്ട് പറയാൻ പറ്റുന്ന സംഗതി വേറെ അറിയുകയുള്ളൂ. Please put on. യെസ്. ആ വേർഡാണ് ഞാൻ നോക്കിയത്, പുട്ടോൺ. ആ പുട്ടോൺ എന്ന് പറയുന്നില്ല കീർത്തന, ആ ഓൺ കൊണ്ടുപോകാണ്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കി. Shoe. പുട്ടോണില് ഓൺ മാത്രം ലാസ്റ്റ്. Put your shoe on. ഷൂ ഓൺ കറക്റ്റ് ആണ്. കറക്റ്റ്. പുട്ട് യുവർ ഷൂസ് ഓൺ അല്ല, അതാണ് കറക്റ്റ് സംഗതി ഇതാണ്. ഓക്കെ. ആ ഓൺ അവിടെ നിന്ന് മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണ് കുറച്ചും കൂടി സംഗതി. ഓക്കെ. ഇനി പ്രായമായ ഒരാളോട് പറയാണ്, നിങ്ങളുടെ മരുന്ന് കഴിക്കുക. നിങ്ങളുടെ മരുന്ന് കഴിക്കുക. Take your medicine. Take your medicine. Correct. Okay, Kirtana. Very good. Yes. Correct. Yes. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ വെറുതെ ഇങ്ങോട്ട് പറയുകയാണ്. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. ഫാത്തിമത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ ഫാത്തിമത്ത് ആളുണ്ടായില്ല, ആദ്യം അറിയട്ടെ. ഫാത്തിമത്ത്. യെസ്, ഫാത്തിമത്തില്ല. യെസ്. അപ്പൊ സനില. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടി. I studied well. ഞാൻ നന്നായി പഠിച്ചു. I study and take a job. I studied well. അപ്പൊ രണ്ട് സെന്റൻസ് ആക്കിയിട്ട് സനില പറഞ്ഞു I studied well. ഞാൻ നന്നായി പഠിച്ചു. സോ അതുകൊണ്ട് I got the job. അല്ലെ, I got a work. Okay, correct. Okay, I സമ്മതിച്ചു. സഫീറ. സാന്യ പറയുന്നു I studied and I got the job. ഞാൻ പഠിച്ചു, എനിക്ക് ജോലി കിട്ടി. യെസ്, കറക്റ്റ്. പറഞ്ഞ സിറ്റുവേഷൻ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ, അതായത് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി എന്നത് പറഞ്ഞില്ല. ഞാൻ പഠിച്ചു അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു ഒരാള്. സാന്യ പറഞ്ഞു ഞാൻ പഠിച്ചു അതുകൊണ്ടുണ്ടായില്ല, ഞാൻ പഠിച്ചു എനിക്ക് ജോലി കിട്ടി. എന്റെ സെന്റൻസ് ഇതായിരുന്നു, ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി. അപ്പൊ അവിടെ കൊണ്ട് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അത് ഒരു പ്രിപ്പോസിഷനാണ്. അപ്പൊ ആ കൊണ്ട് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട വേർഡ് ആസ് ആണ്. ആസ്. ഞാൻ പഠിച്ചത് കൊണ്ട്, അപ്പൊ പഠിച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ പ്രസന്റ് ടെൻസ് അല്ല പാസ്റ്റ് ടെൻസ്. ആസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചത് കൊണ്ട്. ആ കൊണ്ട് എന്നുള്ളത് ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ആസ്. ആസ് ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചത് കൊണ്ട്.
As I studied, I got a job. As I studied, comma, okay. As I studied, I got a job. ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ഓക്കെ, ഇനി അടുത്തത് ആസിഫ് അലി. ആസിഫ് അലി, ആസിഫ് അലി പേടിച്ചിരിക്കുമല്ലേ, ഇനി എന്ത് കുറിച്ചാണ് എന്റെ നേരെ? ഹൈപ്പർ ന്യൂട്ടൺ. ഹൈപ്പർ ന്യൂട്ടൺ, യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കാൻ പറ്റും. അമീന സിദ്ദിഖ്, നീ നിങ്ങളെ ഇങ്ങനെ വിളിച്ച് എനിക്ക് ചോദിക്കാനൊന്നും പറ്റില്ല കേട്ടോ. യെസ്, അമീന സിദ്ദിഖ്. യെസ്, ആര് വന്നില്ലെങ്കിലും നസീമ വരുമെന്ന് പറയും. നസീമ, നസീമ തമ്മിലുള്ള ചെയ്തിട്ട് നസീമയും വന്നില്ലെങ്കിൽ പടിയാണ്. നസീമ, യെസ്, നസീമയും വന്നില്ല. യെസ്, നജ്മ, നജ്മ നവാസ്. യെസ്, ഷഫ്ന. ഷഫ്ന, ഓക്കെ ഓക്കെ. അപ്പൊ ഷഫ്ന, എത്ര പേരെ വിളിച്ചിട്ട് അവസാനിക്കാൻ I got the job because I learned. അത് വിട്ടേര്, അതില്ല, അതും പോയി, അത് കഴിഞ്ഞു. അത് നമ്മൾ പോട്ടെ. ഓക്കെ, അപ്പൊ നമ്മളവിടെ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ആസ് ഐ സ്റ്റഡീഡ്, അപ്പൊ ആസ് ഐ നമ്മൾ പറഞ്ഞു. ആസ് ഐ സ്റ്റഡീഡ് ഐ ഗോട്ട് എ ജോബ്. എനിക്ക് എന്ത് കിട്ടി? ജോലി കിട്ടി. ആസ് ഐ സ്റ്റഡീഡ് ഐ ഗോട്ട് എ ജോബ്. ഞാൻ സെന്റൻസ് മാറ്റി പറയുന്നു. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. സെന്റൻസ് മാറ്റിയത് മാത്രമേ ഉള്ളൂ. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. ഞാൻ വന്നു. ഞാൻ വന്നു. I came and I come. അല്ല, ഓക്കെ, പറഞ്ഞോളൂ. I came and I came. അപ്പോ കൊണ്ട് എന്നുള്ള സാധനം വന്നില്ലല്ലോ ഷഫ്ന. കൊണ്ട് പറയാത്ത സാർ, കൊണ്ടത് വേണം. ഞാൻ പറഞ്ഞത് അതിനെ തൃപ്തിപ്പെട് അല്ലേ? കൊണ്ട് because you are called. അത്രയൊക്കെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതായത് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ആസ് ഐ സ്റ്റഡീഡ് ഐ ഗോട്ട് എ ജോബ്. അതുപോലെ സിമ്പിൾ ആയിട്ട് പറയാം. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. അറിയില്ല സർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ജിജി മോൾ, ജിജി മോൾ. ഓക്കെ, ജിജി മോൾ കിട്ടിയില്ല. കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ എഴുതിയത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കൃഷ്ണപ്രിയ. As I told, I will came. നോക്കുന്നു അവിടെ തന്നെ. ഒറ്റ എല്ലാവരോടും കൂടി. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. അപ്പൊ നീ വിളിച്ചു കഴിഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞു. ആ വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ പറയണേ. യെസ് അല്ലേ? അതല്ലേ പറയാൻ പറ്റുള്ളൂ. നീ വിളിച്ചത് നേരത്തെ വിളിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞു എന്നിട്ടാണ് ഇത് മുഴുവൻ വേണം. അത് നമുക്ക് പറയാൻ രണ്ടും പാസ്റ്റ് ആണ്. കഴിഞ്ഞു പോയി രണ്ടും പാസ്റ്റ്, സിമ്പിൾ പാസ്വേഡ് വേണം. I came to the calling. As I told, I came. അല്ല, ഐ കോൾഡ് എന്നുള്ളത് അതിനുള്ള മാറ്റിടിക്കുന്നതാണ്. Told, I came. കറക്റ്റ് കൃത്യമുള്ള. അപ്പൊ കൃഷ്ണപ്രിയ ആദ്യം ഇപ്പൊ ഐ കം എഴുതി. അതാണ് ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ആസ് യു കോൾഡ്, നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. ആസ് യു കോൾഡ്, നീ വിളിച്ചു. യു കോൾഡ്, അതുകൊണ്ട് ഞാൻ വന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നീ വിളിച്ചത് ഒറ്റ സെന്റൻസ് ആണ്, മറ്റേ രണ്ട് സെന്റൻസ് ആണ്. ഇത് ഒറ്റ സെന്റൻസ് ആണ്. നീ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നു. ആസ് യു കോൾഡ് ഐ കേം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആസ് യു കോൾഡ് ഐ കേം. ഇവിടെ കിട്ടിയില്ല. പാസിന്റെ അർത്ഥം എന്താണ്? കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ആസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഷാൻജോ. സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഷാൻജോ, ഹൗ ആർ യു? സാർ ഫൈൻ.
ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഷാന്തി ഒരു കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഇരിക്കുന്നപ്പോ പല പല അഭിപ്രായം പറഞ്ഞപ്പോ ഷാന്തി ലാസ്റ്റ് ഒരുത്തരാണ്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. കേട്ടില്ല ക്ലിയർ ആയില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക ആ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാന്നോ? ആ ആസ് പെർ യു ലൈക്ക്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആസ് പെർ യു ലൈക്കുന്നു. ആസ് പെർ യു ലൈക്ക്. യു ലൈക്ക്. ഓക്കെ, അവിടെ നിൽക്കട്ടെ സഞ്ജോ. ഓക്കെ, കൃഷ്ണപ്രിയ എന്താ പറഞ്ഞത്? കൃഷ്ണപ്രിയ എന്താ പറഞ്ഞത്? ആസ് പെർ യുവർ ചോയ്സ്. യെസ്, കീർത്തന പറയുന്നത് ആസ് പെർ യുവർ ചോയ്സ്. ഓക്കെ, അതാണ് കറക്റ്റ്. കുറച്ചുകൂടി സനീല പറഞ്ഞത് ഡു ആസ് യു ലൈക്ക്. നീ ചെയ്യുക എന്നുള്ളതിന് യു ഡു എന്നുള്ള യു അങ്ങനെ കളയാം. അപ്പൊ ഇവിടെ എഡിറ്റ് ചെയ്ത് ഡു ചെയ്യുക, ആസ് യു ലൈക്ക്. അവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? പോലെ. കേട്ടാ, അപ്പൊ ആസ് എന്ന് പറയുന്ന വേർഡിന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ കൊണ്ട് എന്നുള്ള അർത്ഥം പറയും. ഇവിടത്തെ അർത്ഥം എന്താണ്? പോലെ. അപ്പൊ രണ്ടർത്ഥം ഉണ്ട് ആസിന്. ഏതൊക്കെ? കൊണ്ട് ഉപയോഗിക്കാം, പോലെ. അപ്പൊ നിങ്ങൾ ആസ് പറ്റിയുള്ള സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾ ഈ അർത്ഥങ്ങൾ പറഞ്ഞു നോക്കുക. ഏതാണ് അവിടെ സൂട്ട് ആവുന്നത് അതായിരിക്കും അവിടെ വരിക. അടുത്ത് പറയാം. ഞാൻ തീരുമാനിച്ചതുപോലെ. ഞാൻ നമുക്കൊരാളെ ആദ്യം വിളിക്കുക. ശ്രുതി ശിവൻ. ശ്രുതി. യെസ്, ശ്രുതിയില്ല. ജിഷ്ണ പ്രകാശ്. ജിഷ്ണ. ഓക്കെ, കൃഷ്ണപ്രിയ. അത് കൃഷ്ണപ്രിയ എന്നുള്ള ഞാൻ തീരുമാനിച്ചതുപോലെ. ആസ് ഐ ഡിസൈഡഡ്. സനില പറയുമ്പോ ആസ് വാട്ട് ഐ ഡിസൈഡ്. എന്താണോ ഞാൻ തീരുമാനിച്ചത് അതുപോലെ. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ആസ് എന്ന് പറയുന്ന വേർഡിന് രണ്ടർത്ഥമുണ്ട്. ആസ് ഐ ഡിസൈഡ് തീരുമാനിച്ചു പോലെ. അതുപോലെയുള്ള കേൾക്കുന്നതിന് ആസ് വരുള്ളൂ, ടേക്ക് ഇടവന്നില്ല. ഓക്കെ, ഡിസൈഡ് തീരുമാനമെടുക്കുക എന്നർത്ഥമുണ്ട്. ഡിസൈഡ് തീരുമാനിക്കുക, തീരുമാനമെടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ കീർത്തനെ തന്നെ വിളിക്കാം. കീർത്തനക്കാണെങ്കിൽ നല്ല ധൈര്യമുള്ള ആൾ. യെസ്. അപ്പോ കീർത്തന ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടറുടെ ഒരു കേൾക്കുന്നില്ലേ? ഇല്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അതായത് കീർത്തന ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോ ആ ഡോക്ടറോട് കീർത്തനയ്ക്ക് ഒരു ദേഷ്യം തോന്നി. അപ്പൊ ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടറുടെ മുഖത്ത് നോക്കിയിട്ട് കീർത്തന പറയുകയാണ്, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. ഇതാണ് പറയുന്നത്, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങളൊരു പരാജയമാണ്. As a doctor, you are a waste fellow. You are a waste, you are failure. Okay. അത് കേട്ടെടുത്തരാ. ഓക്കെ 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 എടുത്തിട്ടെ. യെസ്. ഇനി യെസ്, ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. യെസ്, സാൻജോ പറയുന്നു ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. ആസ് എ ഡോക്ടർ യു ആർ ഫെയിലിയർ. ജസ്റ്റ് പറയുന്നു കറക്റ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ കറക്റ്റാണ്. 3 പേരും പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. കീർത്തനം പറഞ്ഞത് കറക്റ്റാണ്. കൃഷ്ണപ്രിയ ആസ് എ ഡോക്ടർ ആദ്യം പറയും. യുവർ ഫെയിലിയർ ഓക്കെ ഓക്കെ കറക്റ്റാണ്. ആസ് എ ഡോക്ടർ. ഓക്കെ, ഒരു കോമിറ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ ആസ് എന്ന് പറയുന്ന വേർഡിന്റെ ഇവിടുത്തെ അർത്ഥം എന്ന നിലയ്ക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ കൊണ്ട് എന്നുള്ള അർത്ഥത്തിന് ആസ് നമ്മൾ ഉപയോഗിച്ചു. പോലെ എന്നുള്ള അർത്ഥത്തിന് നമ്മൾ ആസ് ഉപയോഗിച്ചു. ഇപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എന്ന നിലക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിച്ചു. ആസ് എ ഡോക്ടർ യു ആർ എ ഫെയിലിയർ. ആസ് എ ടീച്ചർ യു ആർ എഫിഷ്യന്റ്. ഒരു അധ്യാപകൻ എന്ന നിലക്ക് നിങ്ങൾ എഫിഷ്യന്റ് ആണ്. ആസ് എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ യു ആർ എഫിഷ്യന്റ്. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്ന നിലക്ക് നിങ്ങൾ എഫിഷ്യന്റ് ആണ്. ആസ് എ മദർ യു ആർ ഗുഡ്. ആസ് എ ടീച്ചർ യു ആർ നോട്ട് ഗുഡ്. ഒരു അമ്മ എന്ന നിലക്ക് നിങ്ങൾ ഓക്കെയാണ്.
പക്ഷെ ഒരു ടീച്ചർ എന്ന നിലക്ക് നിങ്ങൾ ഓക്കെ അല്ല. ആസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം അവിടെ നമുക്ക് എന്ന നിലക്ക് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ആസിന് 3 ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൊണ്ട്, പോലെ, എന്ന നിലക്ക്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ആസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യെസ്, ഈ കൊണ്ട് എന്നുള്ളതിന് വേറെ വേർഡ് കൂടി ഉപയോഗിക്കും ഇംഗ്ലീഷില്. അതാണ് സിൻസ്. സിൻസ് അതിന് ഉപയോഗിക്കുന്നതിന് ടെൻസിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തും. എല്ലാ ടെൻസിലും അത് കയറി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആസ് മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ മതി. യെസ്, അടുത്തത് സഫീറ. സഫീറ, ഓക്കെ, സഫീറിനെ കിട്ടിയില്ല. ആര്യ വേണുഗോപാൽ. Sir, ഓക്കെ, സെന്റൻസിലാണ്. ഓക്കെ, സോറി സഫീറ, സോറി. യെസ്, ആര്യ, ചോദ്യം ഇതാണ്. ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഫുൾ A+ എനിക്ക് കിട്ടിയില്ല. ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഫുൾ A+ എനിക്ക് കിട്ടിയില്ല. ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഫുൾ A+ എനിക്ക് കിട്ടിയില്ല. കീർത്തന, ചെറിയ വിഷയമുണ്ട്. ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഫുൾ A+ എനിക്ക് കിട്ടിയില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചു. ബട്ട് ഐ ഡിഡ് നോട്ട്, എന്നാൽ എനിക്ക് കിട്ടിയില്ല. സാൻജോ പറയുന്നു ഐ സ്റ്റഡീഡ് ആസ് വെൽ ബട്ട് ഐ ഡിഡ് നോട്ട്. ഏതൊക്കെ അതേ അർത്ഥം തന്നെയാണ്. വിഷ്ണുപ്രിയ പറഞ്ഞ അതേ അർത്ഥം തന്നെ. ഞാൻ നന്നായി പഠിച്ചു, പക്ഷെ എനിക്ക് അവിടെ പക്ഷി തരുന്നു. ബട്ട് വന്നപ്പോൾ പക്ഷി വന്നു. ഞാൻ പറഞ്ഞത് ആ പക്ഷി ഇല്ലാതെ നന്നായി പഠിച്ചെങ്കിലും എനിക്ക് ഫുൾ A+ കിട്ടിയില്ല. യെസ്, അത് ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ച വാക്ക് ആരെ സഫീറ, സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. സെന്റൻസിന്റെ അർത്ഥമൊക്കെ കറക്റ്റ് ആണ് സഫീറ, കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, ഒന്ന് പരത്തി പറഞ്ഞു സഫീറ. ഒതുക്കി പറഞ്ഞില്ല, ഒന്ന് പരത്തി പറഞ്ഞു മാത്രമേ. ഞാൻ നന്നായി പഠിച്ചു, പക്ഷെ എനിക്ക് ഫുൾ A+ കിട്ടിയില്ല. ഞാൻ ആ പക്ഷി എന്നുള്ള വാക്ക് ചേർത്തിട്ടില്ല. പകരം എന്താ ഇപ്പുറത്തിട്ടത്, എങ്കിലും. ഞാൻ നന്നായി പഠിച്ചുവെങ്കിലും. യെസ്, അപ്പൊ നോക്കി, അതിനു മുമ്പ് ഞാൻ പറഞ്ഞപ്പോ കൊണ്ട് കൃഷ്ണപ്രിയ, ചെറിയ വിഷയം. കൃഷ്ണപ്രിയ, കീർത്തന ഒരു 80% കറക്റ്റ് ആണ്. ഒരു 20% റെഡിയാക്കാനുണ്ട്. യെസ്, നോക്കി, ഇനി പറയുന്ന കേൾക്കോട്ടുണ്ട്. ഞാൻ നേരത്തെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പഠിച്ചത് കൊണ്ട്, വിളിച്ചത് കൊണ്ട് പാസ് ചെയ്തു. അവൻ പറയുന്നത് പോലെ, ഞാൻ ചിന്തിച്ചതുപോലെ, അവിടെ നിങ്ങൾ പോലെ എന്നുള്ളതിനെ ആസ് ചെയ്തു. പിന്നെ എന്ന നിലക്ക് എന്നൊരു സാധനം വന്നപ്പോ അവിടെ നിങ്ങൾ ആസ് ചെയ്തു. ഇവിടെയും അങ്ങനത്തെ ഒരു സാധനം വന്ന് കിടപ്പുണ്ട്. ഞാൻ നന്നായി പഠിച്ചെങ്കിലും, ആ എങ്കിലും എന്നുള്ള സാധനം കിടപ്പില്ല. ഇത് അതിനുള്ള വേണം നിങ്ങൾ ആരും ഉപയോഗിച്ചില്ല. ആ എങ്കിലും എന്നുള്ളതിന് പകരം പല ആളുകളും എന്ത് ചെയ്തു, സനില സിൻസ് അല്ല, സിൻസുകൾ കൊണ്ട് യെസ്, ഞാൻ പഠിച്ചെങ്കിലും ആ എങ്കിലും എന്നുള്ളതിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്തു, ബട്ട് ഉപയോഗിച്ചു. അതൊന്ന് ഭംഗിയായിരിക്കും. യെസ്, ആ എങ്കിലും എന്നുള്ളതിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ട വേർഡാണ് ദോ, THOUGH, ദോ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. നമ്മൾ നേരത്തെ ആസിന് പകരം ഇവിടെ എന്ത് ചെയ്യണം, ദോ ചേർക്കണം. ദോ ഐ സ്റ്റഡീഡ് വെൽ, അല്ല, ഞാൻ നന്നായി പഠിച്ചെങ്കിലും ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഫുൾ A+. ഇതാണ് കറക്റ്റ്. ആ ദോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ചേർക്കണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്തോ ഐ കുക്ക്ഡ് വെൽ. ഞാൻ നന്നായി ഭക്ഷണം പാകം ചെയ്തെങ്കിലും മൈ മദർ ഇൻ ലോ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. എന്റെ മദർ ലോക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യെസ്. ദോ ഐ വാഷ്ഡ് വെൽ, ഞാൻ നന്നായി കഴിയെങ്കിലും ഇറ്റ് വാസ് നോട്ട് ക്ലീൻ, അത് നന്നായിട്ട് ക്ലീൻ ആയില്ല. ഞാൻ ശ്രമിച്ചില്ല. ആ എങ്കിലും എന്നർത്ഥം വരുന്ന രീതിയിൽ നമുക്കത് പറയാം. അപ്പൊ ദോ എന്ന് പറയുന്ന വേർഡാണ് എങ്കിലും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ദോ എന്നുള്ളതിന് പകരം ഓൾദോ ആണെങ്കിൽ എന്നിരുന്നാലും എന്ന് വരും. ഈവൻ ദോ എന്നാണെങ്കിൽ എങ്കിൽ പോലും എന്ന് വരും. യെസ്. അപ്പൊ ഏതാണ്ട് ഓൾദോ ഈവൻ ദോ ദോ എന്നൊക്കെ പറയുന്ന സെയിം മീനിങ് ആണ്. വ്യത്യാസമുണ്ട്, എന്നാൽ ഏതാണ്ട് സെയിം മീനിങ് ആണ്. ദോ എങ്കിലും. ഓക്കെ. ഇനി അടുത്തത്, അപ്പൊ സഫീറ ഒരു സെന്റൻസ് പറഞ്ഞു, ദോ വെച്ച് വരുന്ന ഒരു സെന്റൻസ് പറഞ്ഞു. ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ? നമുക്ക് നേരത്തെ പറഞ്ഞ വാചകം മാറ്റി പറയാം. എനിക്ക് ഫുൾ A+ കിട്ടിയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല. ദോ ഐ ഗോട്ട് ഫുൾ A+, ഐ ഡിഡ് നോട്ട് ഗെറ്റ് അഡ്മിഷൻ. സെന്റൻസ് സഫീർ, അതിനകത്ത് പ്രശ്നമാണല്ലോ. ഞാൻ നന്നായി കളിച്ചെങ്കിലും എനിക്ക് സമ്മാനം കിട്ടിയെന്നാണ്. അതൊരു ഒരു കല്ല് കളിയില്ലേ? ഞാൻ നന്നായി കളിച്ചെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് വരാം. അപ്പൊ ഗോട്ട് പ്രൈസ് എന്നുള്ളത് മാറ്റാം. നന്നായി കളിച്ചെങ്കിൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറയുമ്പോഴല്ലേ ഒരു ഭംഗി. ഐ ഡിഡ് നോട്ട് ഗെറ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ കറക്റ്റ്. യെസ്. ഓക്കെ. കീർത്തന ദോ വെച്ചിട്ടൊരു വാചകം പറഞ്ഞ. ഇപ്പൊ ശരിയായി സഫീറ. ഡിഡ് നോട്ട് ഗെറ്റ് വരുമ്പോ കറക്റ്റ് ആയി. ഇപ്പൊ നേരത്തെ പറയുമ്പോൾ കല്ല് കടിക്കാൻ പോലെ തോന്നില്ലേ? ദോ ഐ വർക്ക് ഹാർഡ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് എ ജോബ്. ആ വർക്ക് എന്നുള്ളത് വർക്ക് എന്നാണ്. ഞാൻ കഠിനമായിട്ട് അധ്വാനിച്ചെങ്കിലും കിട്ടിയില്ല. ദോ ഐ കുക്ക് എ ഡിഷ് ബട്ട് ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈറ്റ് ആണ്. യെസ്. ഈറ്റനല്ല ഈറ്റ്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് വാചകം. ഡിഡ് നോട്ട് പ്ലസ് പ്രസന്റ്. യെസ്. ഓക്കെ. അപ്പൊ ദോ ഈറ്റ്. ഓക്കെ ഷാൻജോ. ദോ ഐ റീഡ് എ ബുക്ക് ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. കറക്റ്റ് ആണ്. റീഡ് എന്നുള്ള റദ്ദാക്കാം. സ്പെല്ലിംഗ് സെയിം ആണ്. യെസ്. അപ്പൊ ദോ എന്നുള്ളതിന്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചില്ല. അപ്പൊ ദോ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സെന്റൻസ് ഒക്കെ ഒന്ന് ഫ്രെയിം ചെയ്യും. ദോ ആസിന് 3 അർത്ഥം നമ്മൾ നോക്കി. ആ 3 അർത്ഥം നിങ്ങളൊന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചേക്കാം. യെസ്. ഇനി അപ്പൊ കീർത്തനയുടെ സെന്റൻസ് വന്നില്ലല്ലോ ദോ വെച്ചിട്ടുള്ളത്. ദോ സുമാറായില്ലേ? എന്താണ് കീർത്തന ഉദ്ദേശിച്ചത് മലയാളത്തിൽ പറഞ്ഞ്? എനിക്ക് വിശപ്പ് കൂടുതലായതുകൊണ്ട് ഞാൻ ശരിക്കും വണ്ണം വെച്ചു അല്ലേ? ഓക്കെ. എനിക്ക് വിശപ്പ് കൂടുതലായത് കൊണ്ടതോടെ ഞാനത് മാറ്റിയാണ്. ദോ ഹി സ്പീക്സ് വെൽ നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. ഓക്കെ സഫീർ. ഓക്കെ. സ്പീക്സ് ആണോ? യെസ്. അല്ലെങ്കിൽ സ്പോക്ക് ആണ്. ഹി വരുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണോ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എസ് എടുക്കണം, അല്ലെങ്കിൽ സ്പീക്ക് എന്നുള്ളതിന്റെ പാസൻസ്. അപ്പൊ നമുക്കതൊന്ന് ആ സെന്റൻസ് ഞാനൊന്ന് മാറ്റി പറയും കേട്ടാ. ഞാൻ കൂടുതൽ ഭക്ഷണം കഴിച്ചെങ്കിലും അതിന്റെ നെഗറ്റീവ് പിന്നെ പറയാം. എനിക്ക് വണ്ണം വെച്ചില്ല, അങ്ങനെ ആക്കുന്നത്. ദോ ഐ എയ്റ്റ് മോർ, ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ചെങ്കിലും ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഫാറ്റ്, എനിക്ക് വണ്ണം വെച്ചില്ല. അത് തന്നെ നമുക്ക് തിരിച്ചു പറയാം. ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചെങ്കിലും എനിക്ക് വണ്ണം വെച്ചു. ദോ I ate less food, I got fat. Okay. Yes. അപ്പൊ പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ദോ എന്നുള്ളതിന്റെയും ആസ് എന്നുള്ളതിന്റെയും ഉപയോഗത്തെ കുറിച്ചാണ്
നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ആസ് എന്ന് പറയുമ്പോൾ 3 അർത്ഥം മറക്കാതിരിക്കുക. കൊണ്ട്, പോലെ എന്ന നിലക്ക്. ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും നമ്മൾ ആസ് യുവർ വിഷ്. ആസ് യുവർ വിഷ്, നിന്റെ ആഗ്രഹം പോലെ. അല്ല, ആസ് യുവർ വിഷ്. അല്ല, ആസ് യുവർ വിഷ്, നിന്റെ ആഗ്രഹം പോലെ. അതൊക്കെ പറയണ്ടേ. ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ. ആസ് യു ലൈക്ക് നമ്മൾ എപ്പോഴും പറയാനുള്ള വാക്കാണ്. എന്തെങ്കിലും ആസ് യു ലൈക്ക്, നിന്റെ ഇഷ്ടം പോലെ പറയാറില്ല. ആസ് അപ്പൊ എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം വരുന്നത്. ഓക്കെ ഓക്കെ, യെസ്. പിന്നെ ഈ പോലെ എന്നുള്ളതിന് വേറൊരു വേർഡും കൂടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കട്ടെ. ലൈക്ക് എന്ന് പറയുന്ന വേർഡും കൂടി ഉപയോഗിക്കും. ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെടുക എന്ന് അർത്ഥമുണ്ട്. ഈ ലൈക്ക് എന്ന് പറഞ്ഞ വേർഡിന് പോലെ എന്നും കൂടി ഒരു മീനിങ് വരും. എക്സാമ്പിൾ പറയാം. കീർത്തന സ്പീക്സ് ലൈക്ക് ഹെർ മദർ. ഉണ്ട്. കീർത്തന അവളുടെ അമ്മയെ പോലെ സംസാരിക്കുന്നു. ആസ് എന്ന് പറയുന്ന പകരം നമ്മൾ ലൈക്ക് കൊടുക്കുക. കീർത്തന സ്പീക്സ് ലൈക്ക്. ലൈക്ക് എന്ന് ഇഷ്ടപ്പെടുക പോലെ. ലൈക്ക് ഹെർ മദർ, അവളുടെ അമ്മയെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കിത് പറയാം. സൗമ്യ സ്പീക്സ് ആസ് എ ലൈക്ക് എ മച്യൂർഡ് വുമൺ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, ലൈക്ക് കറക്റ്റ്. സീംസ് ലൈക്ക് ഹെർ മദർ. ഓക്കെ ഓക്കെ, അവൾ അവളുടെ അമ്മയെ പോലെ കാണപ്പെടുന്നു. ഷീ ലുക്സ് ആക്കണം കേട്ടോ സൗമ്യ. കാരണം എന്താണെങ്കിൽ ഷീ സിംഗിൾ ആണ്. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. അവൾ എന്തുപോലെ കാണപ്പെടുന്നു? ഒരു മാലാഖയെ പോലെ കാണപ്പെടുന്നു. ഷീ ലുക്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. അപ്പൊ ഈ ലൈക്ക് പോലെ എന്ന് പറയുന്ന വേർഡിന് ആസ് എന്ന് പറയുന്ന വേർഡും കൂടാതെ ലൈക്കും ഉപയോഗിക്കാം എന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. യെസ്, ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. ഇനി അധികം നേരം ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. യെസ്, ഞാനിത് ചോദിച്ചതാണെങ്കിൽ നിങ്ങൾ പറയണേ. ആൻസർ എല്ലാരും ആർ എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്നത്. ആർ എന്ന് പറയുന്നത് റെഡ്. ആർ. ഇത് മാർക്കൊന്നുമില്ല. അതിലേക്ക് 13 മിനിറ്റ് ഉള്ളൂ. ഓക്കെ, മാർക്കൊക്കെ രേഖപ്പെടുത്തുന്ന സമയം. ചോദ്യം ഇതാണ്. ബാക്ക് സൈഡ് ഓഫ് സംതിങ് ചോദിച്ചാണ് അത്. ഇല്ല അല്ലേ? ഓക്കെ, എനിക്ക് പറഞ്ഞോളൂ. ആറിൽ ആരംഭിക്കുന്നതാണ് അതിന്റെ ആൻസർ. ബാക്ക് സൈഡ് ഓഫ് സംതിങ്. കറക്റ്റ് ആൻസർ സഫീറ. വണ്ടിയോ ഞാൻ നിങ്ങളുടെ ആൻസർ പറയാനായിട്ട് ചോദിച്ചതാണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്നാൽ പോകട്ടെ. യെസ് യെസ്, അതാണ് ഞാൻ ചോദിച്ചാണെങ്കിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നത്. അപ്പോ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആൻസറും ബിയിലാണ് ആരംഭിക്കുന്നത്. ബി. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. യെസ്, ബി എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. വെരി സിമ്പിൾ. ഞാനൊരു കണക്കാണ് പറയുന്നത്. നിങ്ങൾ അതിന്റെ ഈക്വലായിട്ടുള്ള എമൗണ്ട് പറഞ്ഞാൽ മതി. 1,000 million. 1,000 million ഈക്വൽസ്. ഓക്കെ ജസ്റ്റ് കറക്റ്റ് ആണ്. 1,000 million എന്ന് പറഞ്ഞത് ഒരു ബില്യൺ ആണ്. BILLION. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ശരി, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ ഹെയർ. HAIR. ഹെയർ. നോ ഹെയർ. ഓക്കെ സനില. BALD നൽകുക കേട്ടോ. BALD. ഓക്കെ 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 ഓക്കെ. ഷാജോ. ഓക്കെ. കൃഷ്ണപ്രിയ. ബാൾഡ്. കഷണ്ടി. യെസ്, ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ സഫീറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A group of musicians. A group of musicians. Okay, Sanjo, Jessica, Safira.
Krishnapriya Sanila is a correct answer. Soumya is a correct answer. Band of music, like band of musicians. Okay, it's a correct answer. Another, a long yellow fruit. A long yellow fruit. Okay, Jasna, Sanjo, Safira, Krishnapriya Surya. Okay, it's a correct answer. The answer is banana. The answer is banana. It's a correct answer. Yes. Another. A flying animal that looks like a mouse. Okay, Jasna. Okay, sir. Ella. I correct you, Sanila. Okay. Soumi. Okay. Krishnapriya. Okay. Yes. Okay. Very good. That is called bat. Yes. Another question is a very simple question. A cricket player that uses bat. Okay, Safira, Sanju, Jasna, Sanila, Kirtana. Okay, this is correct. Adu bat ഉപയോഗിക്കുന്നവരെ we are calling batsman. അപ്പൊ അദ്ദേഹം വിളിക്കുന്ന പേര് ബാറ്റ്സ്മാൻ ആണ്. കറക്റ്റ് ആണ്. അടുത്തത് സിമ്പിൾ ആണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. An iconic superhero. An iconic superhero from DC world. DC, capital DC world. Okay, Krishnapriya, very good. Krishnapriya, Sanila, Sanjo, Jasna, Safira. It's a correct answer. The iconic superhero is batsman. Okay. Another. That is also very simple. Opposite of small. Okay, Kirtana, Sanjo, Safira, Sanila. Okay, this answer is big. Correct answer. The opposite of small, that is called big. B-I-G. Big. Okay. ചോദ്യം ചിന്തയുള്ളതാണ്, പക്ഷെ ഉത്തരം സിമ്പിൾ ആണ്. Okay. Demanding something. Repeat. Demanding something from someone by threatening them. So we are available at threatening them. ഇതില്ല, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, പക്ഷെ threatening എന്ന് പറയുമ്പോൾ വേറെ വേണ്ടി. I will repeat. Okay, hyperneutral, you are right. Correct answer. Hyperneutral. Safira, Jasna, correct answer. Yes. ബാർഗെയിൻ ചെയ്ത് വിലപേശുന്നതാണ്, പക്ഷെ മറ്റത് ത്രിട്ടൺ ചെയ്യണം. ത്രിട്ടൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. അവിടെ എന്താണ്? ബ്ലാക്ക് മെയിലിംഗ് ആണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം ഡിമാൻഡിങ് സംതിങ് ഫ്രം സമ്മൺ ബൈ ത്രിട്ടനിങ്. യെസ്. ആ ത്രിട്ടനിങ് എന്നുള്ള വാക്കിലേക്ക് നമുക്ക് അവിടെ ബ്ലാക്ക് ബാർഗെയിൻ കൊടുക്കാം. യെസ്. അടുത്തത് വെരി സിമ്പിൾ. ഇത്രയും സിമ്പിൾ പാടില്ല. ഓപ്പോസിറ്റ് ഓഫ് ഗുഡ്. Okay, Hyper. Okay, Sancho, Krishnapriya, and Soumya. It's a correct answer. That is bad. Yes. അടുത്തത്. Okay, correct answer. അടുത്തത് ഉത്തരം പറയുമ്പോൾ ഞാൻ അവർക്കൊരു ഫുൾ ആയിട്ട് സജ്ജയുണ്ട്. Snow, S-N-O-W. A snow
Store. S-T-O-R-A. A snow store. I will one word. A snow store. S-T-O-R store. And you got a snow. S-N-O-W. A snow store. Okay, Safira. Full A plus. Okay, very good, very good. Yes, correct answer. Very good, very good, very good. Very good. Yes, okay, correct. Yes. And where to learn? Blizzard. B-L-I-Z-Z-A-R-D. In the Choikan, okay, 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 Safira. Very good, very good, very good. Okay, okay, here we see how far. Yes, very good. Yes. അതുപോലെ കവിതകളോ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പേര് വന്നിട്ടുണ്ടാവും. ഇംഗ്ലീഷ് കവിതകളൊക്കെ പഠിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് ദ സ്കൈ ഇൻ ദ മോർണിംഗ്. ഓക്കെ സഫീറ, സഞ്ജു, ജസ്ന, സൂര്യ, കീർത്തന, സൗമ്യ is the correct answer. Yes, that is called blue. Okay, Krishna Priya. So I come to the last question, which is the easy question for you. Red liquid from your body. ചോദ്യം പൂർത്തിയാക്കിയില്ല. അതിന് മുമ്പ് ജസ്റ്റ് ഉത്തരവ് ജസ്ന, കീർത്തന, സഫീറ, സൗമ്യ, സനില, സൂര്യ. Okay, okay, okay. The answer is right. The answer is blood. The answer is blood. Okay. അപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോ ചിലപ്പോ നമുക്ക് ഇത് 1-2 പ്രാവശ്യം കൂടി കാണാം. യെസ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് we will meet in the next class. Till then, bye. Okay, see. Okay, Sanju. Okay, Sarila. Okay, Kirtana. Are okay, 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 Surya. Safir, okay. Okay.